ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ സെക്കൻഡ് സെക്ഷൻ എപ്പിക്കാണ്. എപ്പിക്കിനെ കുറിച്ച് നോക്കാം. എപ്പിക് ഓർ ഹീറോയിക് പോം. എപ്പിക്കിൻ്റെ മറ്റൊരു എന്താ എപ്പിക് എന്ന് പറഞ്ഞാൽ വലിയ അല്ലേ, ഇതിഹാസങ്ങൾ പോലത്തെയൊക്കെ. എപ്പിക് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഹീറോയിക് പോം. ഈസ് എ ലോങ് വേർഡ്സ് നെറേറ്റീവാണ്. ലോങ് ആയിട്ടുള്ള വളരെ നീളം കൂടിയ വേർഡ്സ് ഫോമിലുള്ള ഒരു നെറേറ്റീവ്, കഥ പറയുന്ന പോലെയാണ്. ഓൺ എ സീരിയസ് സബ്ജക്റ്റ്, സീരിയസ് കാര്യമായിരിക്കും. അത് വളരെ ഗ്രാൻഡ് ആയിട്ടുള്ളതും എലവേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ഉയർന്ന രീതിയിലുള്ള സ്റ്റൈലിലും ആയിരിക്കും. അപ്പോൾ അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ, മാനദണ്ഡങ്ങൾ. എപ്പിക്കാണെങ്കിൽ ഇന്ന ഗുണങ്ങൾ വേണം. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 പോയിൻറ്റ്സ് ഉണ്ട്, 2 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എ ലോങ് വേഴ്സ് നെറേറ്റീവ്, ലോങ് ആയിട്ടുള്ള വളരെ നീളം കൂടിയ നെറേറ്റീവ് ആയിരിക്കണം. ഹീറോയിക് ഡീഡ്സ്, ആരുടെയെങ്കിലും വളരെ ഹീറോയിക് ആയിട്ടുള്ള വീരഗാഥകളായിരിക്കും, വലിയ വലിയ സംഭവങ്ങളായിരിക്കും. അതൊരു ഫോർമൽ സ്റ്റൈലിലായിരിക്കും, ഔദ്യോഗികമായിട്ടുള്ള രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് ഹോമറിൻ്റെ എപ്പിക്ക് 24 ബുക്കുണ്ട്. അതിൽ ഹോമറിൻ്റെ എപ്പിക്സിൽ പാരഡൈസ് ലോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ പാരഡൈസ് ലോസ്റ്റ് അതിൽ 12 ബുക്കാണുള്ളത്. ഇനി മഹാഭാരത ഒരു എപ്പിക്കാണ്. ഇലിയഡ് ഒഡീസിനേക്കാളും 10 ടൈംസ് ദ മഹാഭാരത ഈസ് 10 ടൈംസ് ദ ലെങ്ത് ഓഫ് ഇലിയഡ് ആൻഡ് ഒഡീസി. ഒഡീസിയും ഇലിയഡും ഒക്കെ ഇതിഹാസങ്ങൾ തന്നെയാണ് ഗ്രീക്കിൽ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു എപ്പിക്കാണ് ഇത് മഹാഭാരത എന്ന് പറയുന്നത്. സെൻറ്റേർഡ് ഓൺ എ ഡിവൈൻ, ദൈവികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, അതായിരിക്കും മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിവൈൻ ഫിഗർ, ഏതെങ്കിലും ദൈവികമായിട്ടുള്ളൊരു രൂപത്തെ, ഫിഗറിനെ കുറിച്ച്, ഒരാളെക്കുറിച്ചൊക്കെ ആയിരിക്കും. അയാളുടെ പ്രവൃത്തികൾ ഡിപ്പെൻഡ് ദ ഡെസ്റ്റിനി ഓഫ് എ ട്രൈബ്. അയാളുടെ പ്രവൃത്തികൾ, ആ വലിയ മഹത്തായ വ്യക്തിനെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ പ്രവൃത്തികളൊക്കെ അനുസരിച്ച് ആ മൊത്തം ഒരു ജനങ്ങളുടെ, ഒരു കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി അതനുസരിച്ച് ആയിരിക്കാം. ഇൻ ടേംസ് ഓഫ് ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അരിസ്റ്റോട്ടിൽ റാങ്ക് ദ എപ്പിക്. അരിസ്റ്റോട്ടിൽ നമുക്കറിയാം അല്ലേ, ഗ്രേറ്റ് ഫിലോസഫർ. അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു, ഈ എപ്പിക്കിനെ സെക്കൻഡ് ടു ട്രാജഡി. ട്രാജഡി എന്ന് പറഞ്ഞത് ദുരന്തകാവ്യം. അപ്പോൾ അതിന് ശേഷം 2ാമത്തെ സ്ഥാനം, ട്രാജഡിക്ക് ശേഷം അരിസ്റ്റോട്ടിൽ 2ാമത്തെ സ്ഥാനം എന്തിനു കൊടുത്തു, ഈ എപ്പിക്കിന് കൊടുത്തു. വൈൽ മെനി റിനൈസൻസ് ക്രിറ്റിക്സ്, ഒരുപാട് വിമർശകർ കൺസിഡേർഡ് എപ്പിക് ആസ് ദ ഹയസ്റ്റ് ഓഫ് ഓൾ റണ്ണേഴ്സ്. പക്ഷേ നവോത്ഥാന കാലഘട്ടത്തിൽ, റിനൈസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാന കാലഘട്ടത്തിലെ ക്രിറ്റിക്സ് പറഞ്ഞു ട്രാജഡിയേക്കാളും ഉയർന്ന സ്ഥാനം എന്തുണ്ട്, എപ്പിക്കിന് ഉണ്ട് എന്ന് പറഞ്ഞു. എപ്പിക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ്, എപ്പിക്കിനെ തരംതിരിച്ചിരിക്കുന്നു. എന്താണ്, ട്രഡീഷണൽ എപ്പിക്സ്, അതായത് പരമ്പരാഗതമായിട്ടുള്ള എപ്പിക്കുകൾ എന്നും ലിറ്റററി എപ്പിക്സ്, സാഹിത്യപരമായിട്ടുള്ള എപ്പിക് എന്നും. നമുക്ക് നോക്കാം ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിക്. ട്രഡീഷണൽ എപ്പിക് ആൻഡ് ലിറ്റററി എപ്പിക്സ്. ആദ്യം ട്രഡീഷണൽ എപ്പിക് നോക്കാം. ഓൾസോ കോൾഡ് എ പ്രൈമറി എപ്പിക് ഓർ ഫോക്ക് എപ്പിക്. അപ്പോൾ ട്രഡീഷണൽ എപ്പിക്കിനെ പ്രൈമറി എപ്പിക് അല്ലെങ്കിൽ ഫോക്ക് എപ്പിക് എന്ന് വിളിക്കാറുണ്ട്. റിട്ടൺ വേർഷൻ ഓഫ് ഓറൽ പോയംസ്, അതായത് വായയിലൂടെ വന്ന കവിതകളുടെ എഴുത്തുരൂപമാണ്. അത് കമ്പൈൻ ചെയ്തിട്ടുള്ളത് എന്താ, മിത്തുകളാണ്, കെട്ടുകഥകൾ, ലെജൻഡ്, ഇതിഹാസങ്ങൾ, ഫോക്ക് ടെയിൽസ്, ഓരോ നാട്ടുകൂട്ടത്തിൻ്റെ കഥകൾ, അതുപോലെ തന്നെ ഹിസ്റ്ററി, ചരിത്രം, ദസ് ഫോമിങ് എ പാർട്ട് ഓഫ് അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ഭാഗവും, രാജ്യത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ, കൾച്ചറൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് മാറും. എക്സാമ്പിൾ ഹോമറിൻ്റെ ഗ്രീക്ക് എപ്പിക്സ് ആയിട്ടുള്ള ഇലിയഡും ഒഡീസിയും, അത് ഉദാഹരണമാണ് ട്രഡീഷണൽ എപ്പിക്കിന്. അത് എഴുതിയിട്ടുള്ളത് circa 18th century BCEയിലാണ്. അതുപോലെ വാൽമീകിയുടെ രാമായണ അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് 5th century BCയിലാണ്. വ്യാസരെ മഹാഭാരത 4th century BCE. ആംഗ്ലോ സാക്സൺ എപ്പിക്കായിട്ടുള്ള ബിയോവുൾഫ് 8th century CE. അതൊക്കെ ട്രഡീഷണൽ എപ്പിക്സിന് എക്സാമ്പിളാണ്. ഇനി ലിറ്റററി എപ്പിക്കിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, ഓൾസോ കോൾഡ് ആ സെക്കൻഡറി എപ്പിക് എന്നും പറയുന്നു. ഇത് റിട്ടൺ ബൈ ഇൻഡിവിജ്വൽ പോയിറ്റ്സ്, ഇത് വ്യക്തികളായി ഓരോ എന്താ പറയുക, കവികൾ എഴുതിയിട്ടുള്ളതായിരിക്കും. ഇൻ ഡെലിബറേറ്റ് ഇമിറ്റേഷൻ ഓഫ് ട്രഡീഷണൽ ഫോം. സത്യം പറഞ്ഞാൽ ലിറ്റററി എപ്പിക്ക് ഏതെങ്കിലും ട്രഡീഷണൽ എപ്പിക്കിനെ അനുകരിച്ചുകൊണ്ട് എഴുതിയതായിരിക്കും കേട്ടോ. എക്സാമ്പിൾ വിർജിലിൻ്റെ എനിയഡ് 1st century BCയിൽ. അതൊരു മോഡൽ ഫോർ മിൽറ്റൻ്റെ പാരഡൈസ് ലോസ്റ്റ് ഈ ലിറ്റററി എപ്പിക്കിന് ഉദാഹരണമാണ്. അതിൻ്റെ മോഡൽ വന്നത് വിർജിലിൻ്റെ എനിയഡിൽ നിന്നാണ്. വിച്ച് വാസ് ഇൻ ടേൺ എ മോഡൽ ഫോർ, പിന്നെ അത് വീണ്ടും ഒരു മോഡലായി കീറ്റ്സിൻ്റെ ഫ്രാഗ്മെൻ്ററി എപ്പിക്കായിട്ടുള്ള ഹൈപ്പേറിയനോ. മനസ്സിലായോ? സോ ട്രഡീഷണൽ എപ്പിക്കിൽ നിന്നും അനുകരിച്ച് വരുന്നതാണ് എന്ത്, ലിറ്റററി എപ്പിക്സ്. അപ്പോൾ വായിച്ച് പഠിക്കേണ്ട ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ആൻ എപ്പിക്, ഒരു എപ്പിക്കിൻ്റെ പ്രത്യേകതകൾ നോക്കാം നമുക്ക്. മാഗ്നിഫിഷ്യൻ സ്കെയിൽ ഓഫ് ആക്ഷൻ, ടൈം ഓഫ് ആക്ഷൻ ആൻഡ് സെറ്റിംഗ്, എല്ലാം വളരെ സൂപ്പറായിരിക്കും. ആ സ്കെയിൽ ഓഫ് ആക്ഷൻ, സമയം, സെറ്റിംഗ് ഒക്കെ. പാരഡൈസ് ലോസ്റ്റിൽ ആണെങ്കിൽ ആക്ഷൻ
ഇൻവോൾവ്സ്. ആക്ഷനിൽ എന്തൊക്കെയുള്ളത്? റിവോൾട്ട് ഓഫ് റിബൽ, ഒരു വിപ്ലവമാണ്. റിബൽ ഏഞ്ചൽസിൻ്റെ, ആരുടെയാണ്? ഏഞ്ചൽസുകളുടെ. ആർക്കെതിരായിട്ടാണ്? അവർ അവളെ സ്വർഗത്തിൽ നിന്ന് കടത്തിവിട്ട ആരാ? ഏഞ്ചലുകൾ, മാലാഖമാരുടെ റിവോൾട്ട്, വിപ്ലവമാണ്. അവരാർക്കെതിരായിട്ടാണ്? എഗെയിൻസ്റ്റ് ഗോഡ്, ദൈവത്തിനെതിരായിട്ട്. ദ ജേർണി ഓഫ് സാത്താൻ, അതേസമയം മറ്റൊരു പ്രത്യേകത എന്താ? സാത്താൻ്റെ ജേർണിയാണ് ടു ദ ന്യൂലി ഡിസ്കവേർഡ് വേൾഡ്, പുതിയൊരു ലോകത്തേക്ക്. ഹിസ് അറ്റംപ്റ്റ് ടു ഔട്ട്വിറ്റ് ഗോഡ്, ദൈവത്തിന് മുകളിലാവാൻ ശ്രമിക്കുകയാണ്. ബൈ ഡിസീവിങ് മാൻകൈൻഡ്, മനുഷ്യരാശിനെ ചതിക്കുഴിയിൽ പെടുത്തിയിട്ട്. ആൻഡ് ഫൈനലി ഹിസ് സക്സസ് ഈസ് സബ്വേർട്ടഡ് ബൈ സാക്രിഫിഷ്യൽ ആക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. പക്ഷേ സാധാരണ ഒരു കളി നടന്നില്ല, കാരണം അത്ര ത്യാഗപൂർവമായിട്ടുള്ള ഒരു ആക്ട് ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? അതായത് സ്വയം കുരിശിൽ തറച്ചു. ആര്? ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാത്താൻ്റെ ഒരു കളി നടന്നില്ല എന്ന് പറയുന്നത്. വിച്ച് കവേഴ്സ് ദ പീരീഡ് ബിഫോർ ദ ക്രിയേഷൻ ഓഫ് യൂണിവേഴ്സ് ടു ദ എൻഡ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ലോകത്തെ തന്നെ നശിപ്പിക്കാനായിട്ട് ഒരു പ്രപഞ്ചത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാത്താൻ്റെ കളി നടന്നില്ല, കാരണം യേശു ക്രിസ്തു സ്വയം എന്ത് ചെയ്തു? കുരിശിൽ തറച്ചു. അതുകൊണ്ടെന്ന് പറയണം. Also Milton uses the entire universe as cosmic spaces as in setting. രണ്ടാമത്തെ ഫീച്ചർ എന്താ? ഹീറോ വിൽ ബി എ ക്വാസി ഡിവൈൻ ഫിഗർ ഹൂസ് ആക്ഷൻസ് വിൽ ലീവ് ഇൻ ഇമ്പാക്റ്റ് ഓൺ ലാർജ്. ഈ ക്വാസി, പകുതിയായിട്ടുള്ള ഡിവൈൻ ഫിഗർ ആയിരിക്കും ഹീറോ എന്ന് പറയുന്നത്. അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ. ഇലിയഡിലാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഗ്രീക്ക് വാരിയർ ആയിട്ടുള്ള ആച്ചിലസ് ആണ്. ഇസ് ദ സൺ ഓഫ് സീ നിംഫ്, കടൽ ഇതിൻ്റെ ഇതായിട്ടുള്ള ആച്ചിലസ് ആണ് അതിലത്തെ ഹീറോ ആയിട്ട് വരുന്നത്. ഇനി പാരഡൈസ് ലോസ്റ്റിൽ എന്താ? ക്രൈസ്റ്റ് ഈസ് ബോത്ത് എ ഗോഡ് ആൻഡ് എ മാൻ. അങ്ങനെ അപ്പോൾ ദൈവിക ശക്തിയും കൂടിയുള്ള കഥാപാത്രങ്ങളായിരിക്കും ഇതിലത്തെ ഹീറോകളെന്നാണ് ഏതിലത്തെ? എപ്പിക്കിൽ. ക്ലിയർ ആണല്ലോ? എപ്പിക്സ് മേക്സ് യൂസ് ഓഫ് മെഷീനറി ഉപയോഗിക്കും, അതായത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഏജൻറ്റുകൾ ഉണ്ടായിരിക്കും. ഹോമറിൻ്റെ എപ്പിക്കിൽ ഒളിമ്പിയൻ ഗോഡ്സുകളുണ്ട്. പാരഡൈസ് ലോസിലാണെങ്കിൽ ആർക്ക് ഏഞ്ചൽസ് ഉണ്ട്, ക്രൈസ്റ്റ് ഉണ്ട്, സാത്താനുണ്ട്. ഇനി ഗ്രാൻഡ് സ്റ്റൈലായിരിക്കും എപ്പോഴും എപ്പിക് പോയട്രിക്ക് ഉണ്ടാവുക. ഡിഗ്നിഫൈഡ് ആൻഡ് എലവേറ്റഡ് ആയിട്ട് വലിയ ഉയർന്ന രീതിയിലുള്ള ലാംഗ്വേജ്. അപ്പോൾ അത് തീമിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ്. ഉദാഹരണമായിട്ട് മിൽട്ടൺ ആണെങ്കിൽ ലാറ്റിനായിട്ട് ഡിക്ഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കോംപ്ലക്സ് സിൻടാക്സ് വെച്ചിട്ട് കഥ പറയുകയാണ്. ഫോൾ ഓഫ് മാൻ, മനുഷ്യൻ്റെ വീഴ്ചയെ കുറിച്ചിട്ട്. ഗ്രാൻഡ് സ്റ്റൈൽ ഓഫ് പോയട്രിയിൽ പിന്നെന്താ? ക്ലാസിക്കൽ എലൂഷൻസ് ഉപയോഗിക്കും, എപ്പിക് സിമിലികൾ ഉപയോഗിക്കും. എപ്പിക് സിമിലിയുടെ മറ്റൊരു പേരാണ് എന്ത്? ഹോമറിക് സിമിലി എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഹോമറാണ്. അത് ലോങ് ആയിട്ടുള്ളതായിരിക്കും, ഫോർമൽ സിമിലീസ് ആയിരിക്കും. ഇൻ വിച്ച് പോയിറ്റ് മേക്സ് ഒരു വലിയൊരു കമ്പാരിസൺ, താരതമ്യം ഉണ്ടാക്കും ടു എൻഹേസ് ആ ഒരു സെറിമോണിയൽ ഗുണം, ക്വാളിറ്റി കൂട്ടാനാണ് നറേഷൻ്റെ ഫ്രം റൺസ് ഇൻ ടു മെനി ലൈൻസ്. ഉദാഹരണമായിട്ട് ഒഡീസിയിലാണെങ്കിൽ പെനിലോപ്പ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഹെർ ഫീലിംഗ് ഓഫ് ഹെൽപ്ലെസ്നെസ് ബൈ കമ്പയറിങ് ദ സ്യൂട്ടേഴ്സ് ടു ഹണ്ടേഴ്സ്. ഇവിടെ പെനിലോപ്പ് തൻ്റെ നിസ്സഹായാവസ്ഥ പറയുന്നുണ്ട്. ഒഡീസിയിൽ പെനിലോപ്പ് ഭാര്യയാണ് അല്ലേ. അപ്പോൾ ഭർത്താവ് പോയപ്പോൾ ഭാര്യ ഒറ്റയ്ക്കായി. അപ്പോൾ ഒരുപാട് കാമുകന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവളുടെ അവസ്ഥ ഒരു നിസ്സഹായാവസ്ഥ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ആ ഒരു പൂവാലന്മാരെ ഹണ്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ആൻഡ് ഹേഴ്സെൽഫ് ടു ട്രാപ്ഡ് ലയൺ, അവളാരാണ്? അതിൽ ഒരു ട്രാപ്ഡ് ലയൺ, ട്രാപ്പ് ചെയ്യപ്പെട്ട, കൂട്ടിലടയ്ക്കപ്പെട്ട ലയൺ, സിംഹമാണ്. അപ്പോൾ സ്യൂട്ടേഴ്സിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? ഹണ്ടേഴ്സ്, നായാട്ടുകാരെ. അങ്ങനെ ഹെർ മൈൻഡ് ഇൻ ടോർമെൻറ്റ് wheeling like some lion at bay, leading in the gangs of hunters, closing their cunning ring around him for his finished. ലൈനാണ് അവിടെ പറയുന്നത്. ഇനി എപ്പിക് കൺവെൻഷൻ എന്താ? എപ്പിക്കിൻ്റെ ആ ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ട്രഡീഷൻ, നിയമം. എപ്പിക് നിയമങ്ങൾ എന്താ? കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ലോ. എന്താ എപ്പിക് കൺവെൻഷൻ? ലിറ്റററി എപ്പിക്സ് ആർ ഹൈലി കൺവെൻഷണൽ കമ്പോസിഷൻസ്, നിയമങ്ങളുണ്ടാവും. ആസ് ദേ ആർ ഇമിറ്റേഷൻസ് ഓഫ് ഹോമർ എപ്പിക്, കാരണം അത് എന്തിൻ്റെ ഇമിറ്റേഷനാണ്? ഹോമറിൻ്റെ എപ്പിക്കിൻ്റെ. ദീസ് കൺവെൻഷൻസ് ആർ പ്രൊമിനൻറ്റ് വൈൽ ഓർഡറിങ് എപ്പിസോഡ്സ്. എന്തൊക്കെയാണ് അത് ഇൻക്ലൂഡ്? നറേറ്റർ ബിഗിൻസ് വിത്ത് എ, കഥ പറയുന്ന ആൾ തുടങ്ങേണ്ടത് പ്രൊപ്പോസിഷൻ വെച്ചിട്ടായിരിക്കണം. ഓർ ആൻ ആർഗ്യുമെൻറ്റ് ദാറ്റ് ഡിഫൈൻസ് ദ പർപ്പസ്, ഉദ്ദേശം വ്യക്തമാക്കണം. ഫോളോഡ് ബൈ എ ഇൻവൊക്കേഷൻ, അതിനുശേഷം ഒരു ഇൻവൊക്കേഷൻ വേണം. ടു മ്യൂസ് ഫോർ ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനം വായനക്കാർക്ക് തോന്നാനായിട്ട്. ആൻഡ് ദെൻ അഡ്രസ് ആൻഡ് എപ്പിക് ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം കൂടെ പിന്നെ ചോദിക്കണം. ആരോടാണ് ചോദിക്കേണ്ടത്? ടു ദ മ്യൂസ് എന്ന് പറഞ്ഞാൽ ദേവത. ദ ആൻസർ ടു വിച്ച് ഇനാഗുറേറ്റ്സ് ദ നെറേറ്റീവ് പ്രോപ്പർ, അതിനുള്ള ഉത്തരം കിട്ടുമ്പോൾ ശരിക്കും നെറേറ്റീവ് തുടങ്ങും.
ഉദാഹരണമായിട്ട് വിർജിലിൻ്റെ എനിയഡിൽ ബുക്ക് 1 അദ്ദേഹം തുടങ്ങുന്നത് പോയം ബൈ ഡിക്ലയറിങ് ഇറ്റ്സ് എപ്പിക് തീം. തൻ്റെ എപ്പിക്കിൻ്റെ തീം പറഞ്ഞുകൊണ്ട്. എന്താ തീം? വാർഫയർ ആൻഡ് എ മാൻ അറ്റ് വാർ. യുദ്ധമാണ്. യുദ്ധത്തിൽ ആരുണ്ട്? ഒരു യുദ്ധത്തിൽ പങ്കെടുത്തുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. ആൻഡ് ഇൻവോക്സ് ഹിസ് മ്യൂസ്. എന്നിട്ട് ദൈവങ്ങളോട് എന്താ പറയുന്നത്? ആൻഡ് ആസ്ക് ഹെർ. ദേവതയോട് പറയുന്നുണ്ട് ടു എക്സ്പ്ലെയിൻ ദ ആങ്കർ ഓഫ് ജൂണോ. എന്താണ്? വിവരിച്ചു തരാൻ. ആരുടെ ദേഷ്യത്തെക്കുറിച്ച്? ജൂണോയുടെ ദേഷ്യത്തെക്കുറിച്ച് വിവരിച്ചു തരാൻ മ്യൂസിനോട്, ദേവതയോട് പറയുന്നുണ്ട്. ആരാ ജൂണോ? ക്വീൻ ഓഫ് ദ ഗോഡ്സ്, ദൈവങ്ങളുടെ രാജ്ഞി. ഓക്കെ, എങ്ങനെയാ ഇത് തുടങ്ങുന്നത്? എന്താ പറയുന്നത് ഇവിടെ? മ്യൂസിനോട് എന്താ പറയുന്നത്? ആവശ്യപ്പെട്ട് നമുക്ക് നോക്കാം. ആംസ് ആൻഡ് ദ മാൻ ഐ സിങ് ഹു ഫോഴ്സ്ഡ് ബൈ ഫെയ്റ്റ്. ആംസ് ആൻഡ് ദ മാൻ ഐ സിങ്, ഞാൻ പാട്ട് പാടുന്നു. ഹു ഫോഴ്സ്ഡ് ബൈ ദ ഫെയ്റ്റ്, ഞാൻ ഇവിടെ പാടുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ഫെയ്ത്ത്, എൻ്റെ വിധി എന്നെ അവിടെ കൊണ്ട് നിർത്തിയത് കൊണ്ടാണ്. ആൻഡ് ഹോട്ടി ജൂണോസ് അൺറെലന്റിങ് ഹെയ്റ്റ്, ദേഷ്യത്തെക്കുറിച്ച് പറഞ്ഞു തരൂ. ആരുടെ? ജൂണോയുടെ. എക്സ്പൈൽഡ് ആൻഡ് എക്സൈൽഡ്, പുറത്താക്കപ്പെട്ടതാണ്. ലെഫ്റ്റ് ദ ട്രോജൻ ഷോർ, ട്രോജൻ ഷോറിൽ നിന്ന്, യുദ്ധമാണ് കേട്ടോ, ട്രോജൻ വാറാണ് ഇവിടെ നിന്ന് പറയുന്നത്. ലോങ് ലാബേഴ്സ് ബോത്ത് ബൈ സീ ആൻഡ് ലാൻഡ് ഹി ബോർ, ആൻഡ് ഇൻ ദ ഡൗട്ട്ഫുൾ വാർ ബിഫോർ ഹി വോൺ ദ ലാറ്റിൻ റെലീം ആൻഡ് ബിൽഡ് ദ ഡെസ്റ്റിൻ ടൗൺ. ഹിസ് ബാനിഷ്ഡ് ഗോഡ് റിസ്റ്റോർ ടു റൈറ്റ് ഡിവൈൻ ആൻഡ് സെറ്റിൽ ഷുവർ സക്സഷൻ ഇൻ ഹിസ് ലൈൻ. From whence the rays of Alban fathers come and the long glories of majestic Rome. Of Muse, the causes and the crimes relate, what goddess was provoked and whence her hate. For what offense the queen of heaven began to persecute so brave, so just a man. Involved his anxious life in endless chaos, exposed to wants and hurried into wars. Can heavenly minds such high resentment show or exercise their spite in human woe? അപ്പോൾ ഈ ഒരു ലൈൻസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു എപ്പിക് ക്വസ്റ്റ്യൻ, അതുപോലെ ഒരു ഇൻവൊക്കേഷനൊക്കെയാണ്. കഥ തുടങ്ങുന്നത് ഒരു ക്രിറ്റിക്കൽ പോയിന്റ് ഇൻ ആക്ഷനിലായിരിക്കും, ഇൻ ദ മിഡിൽ ഓഫ് തിങ്സ്. സോ അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്സ് ആൻഡ് നോൺ ലീനിയർ നറേറ്റീവ്സ് ആർ കോമൺ. അപ്പം നമ്മൾ ആ ഒരു വർക്ക് വലിയ കാര്യമായിട്ട് നോക്കണ്ട, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. അതുപോലെ തന്നെ ഉള്ള ഫ്ലാഷ് ബാക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. എപ്പിക്കൽ ഫ്ലാഷ് ബാക്കുകൾ, അതുപോലെ തന്നെ നോൺ ലീനിയർ നറേറ്റീവ്സ് ആർ കോമൺ ഡിവൈസസ് ആയിട്ട് ഉപയോഗിക്കും ടു ഫിൽ ഇൻ ദ ഗ്യാപ്സ് ഓഫ് ദ സ്റ്റോറി, സ്റ്റോറിയിലെ ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട്. വിർജിലിൻ്റെ ഇനിയഡ് ബിഗിൻ ചെയ്യുന്നത് ഒരു ക്രൂഷ്യൽ മൂമെൻറ്റിലാണ്, ഒരു ഭയങ്കര ക്രൂഷ്യലായിട്ടൊരു സമയത്ത്. വെൻ ട്രോജൻസ് എന്താ ചെയ്തേ? ട്രോജൻസ് ആർ സ്ട്രാൻഡഡ് ഓൺ ദ ഷോർസ് ഓഫ് ആൻ എനിമി ടെറിട്ടറി. ഒരു ശത്രുവിൻ്റെ ഒരു നാട്ടിൽ ചെന്ന് നിൽക്കുകയാണ് ട്രോജൻസ്. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് വാണ്ടറിങ്, ഒരുപാട് വർഷം അലഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് അവരെത്തിയത് എനിമിയുടെ നാട്ടിലാണ്. ഇറ്റ് ഈസ് ഓൺലി ഇൻ ദ ബുക്ക് 2, രണ്ടാമത്തെ ബുക്കിലാണ് ദ ക്രോണോളജിക്കൽ ബിഗിനിങ് ഓഫ്, ശരിയായ രീതിയിൽ വർഷങ്ങൾക്ക് അടിസ്ഥാനത്തിൽ എനിയഡ് തുടങ്ങുന്നത്. ട്രോയ്സ് ഇൻവെൻഷൻ ബൈ ഗ്രീക്സ്, ട്രോയ് ആര് പിടിച്ചെടുക്കുന്നു? ഗ്രീക്കുകാർ പിടിച്ചെടുക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എപ്പിക്കിൻ്റെ നിയമം, എപ്പിക് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എപ്പിക്കിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ കാറ്റലോഗിങ് ഓഫ് പ്രിൻസിപ്പൽ ക്യാരക്ടേഴ്സ്. ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് പറഞ്ഞു തരണം. ഉദാഹരണമായിട്ട് മിൽട്ടൺസ് ഫോർമൽ ഡീറ്റെയിലിംഗ് ഓഫ്, മിൽട്ടൺ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട് ഓരോ ഏഞ്ചൽസിൻ്റെ, ഫോളൻ ഏഞ്ചൽസിൻ്റെ. അത് ബുക്ക് 1 പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് ശരിക്കും ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ 1, 2, 3 ആ ഓർഡറിൽ പറഞ്ഞു തരണം. അത് ബുക്ക് 1 മിൽട്ടൺ പറയുന്നത് ഓഫ് പാരഡൈസ് ലോസ്റ്റ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? ഇൻ എപ്പിക്സിൽ എന്താ? കോൺടെസ്റ്റ് ആൻഡ് ഗെയിംസ് ആർ യൂസ്ഡ് ടു അഡ്വാൻസ് ദ പ്ലോട്ട്. അതായത് മത്സരങ്ങൾ, ഗെയിമുകളൊക്കെ ഉപയോഗിക്കും ആ പ്ലോട്ടിന് ഇത് കൂട്ടാനായിട്ട്. വിർജിലിൻ്റെ ഇനിയഡിൽ എർണിയസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഫ്യൂണറൽ ഗെയിംസ് ഫോർ ഹിസ് ഫാദേഴ്സ് ഡെത്ത് ആനിവേഴ്സറി. ഏതൊക്കെയാണ്? ബോട്ട് റേസ്, ഫുട്ട് റേസ്, മാച്ചിങ് ബോക്സ്, ആർക്കറി കോൺടെസ്റ്റ്. മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഗെയിം ഓഫ് ഡൈസ് ആണ്. അതായത് ചീട്ടിൻ്റെ രൂപത്തിലൊരു കളി, അല്ലെങ്കിൽ നമ്മൾ സ്നേക്ക് ആൻഡ് ദ ലാഡറൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഡൈസ് ഇടില്ലേ, അതുപോലത്തെ ഒരു കളി നടക്കുന്നുണ്ട് മഹാഭാരതയിൽ. അപ്പോൾ ഒരു കളി ഉണ്ടെന്ന് പറയുകയാണ് എപ്പിക്കിൽ, ഗെയിമുകൾ ഉണ്ടാകാം. അപ്പോൾ ഇതാണ് എപ്പിക്കിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമുക്ക് മോക്ക് എപ്പിക്കും കൂടെ പറഞ്ഞിട്ട് നിർത്താം. എന്നാൽ മോക്ക് എപ്പിക്കിനെ കുറച്ചും കൂടെ കോമഡി രൂപത്തിൽ അല്ലെങ്കിൽ പരിഹാസ രൂപത്തിലുള്ളതായിരിക്കും എന്ത്? മോക്ക് എപ്പിക്ക്. അണ്ടർലൈൻ ചെയ്തോ? മോക്ക് എപ്പിക് ഓർ മോക്ക് ഹീറോയിക് പോയം.
എപ്പിക് എന്ന് പറഞ്ഞാൽ ഹീറോയിക് പോയാണെങ്കിൽ മോക്ക് എപ്പിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോക്ക് ഹീറോയിക് പോയം ഇസ് എ ഫോം ഓഫ് പോയറ്റിക് കോമ്പോസിഷൻ ആണ് where an insignificant trivial theme is treated and presented with all serious dignity of an epic. ഏറ്റവും ഒരു ട്രിവിയൽ തീം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സില്ലി ആയിട്ടുള്ള തീമിനെ എടുത്തിട്ട് അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് ഒരു എപ്പിക്കിന് കൊടുക്കുന്ന വലിയ രീതിയിൽ ചെറിയ കാര്യമായിരിക്കും ഭയങ്കര സീരിയസ് ആയിട്ട് വളരെ പ്രാധാന്യത്തോടെ ചെയ്യുന്നതാണ് മോക്ക് എപ്പിക്ക്. ഇറ്റ് ഹാസ് ഓൾ ദി സബ്ലൈം ഫീച്ചേഴ്സ് ഓഫ് ആൻ എപ്പിക്ക്. ഒരു എപ്പിക്കിൻ്റെ എല്ലാ ഗുണങ്ങളും അതിന് ഉണ്ടായിരിക്കും. പ്രൊപ്പോസിഷൻ ഉണ്ടായിരിക്കും. എന്താ പറയാൻ പോകുന്നേ അതാണ് പ്രൊപ്പോസിഷൻ, അതുണ്ടായിരിക്കും. ഇൻവോക്കേഷൻ മ്യൂസസ്, ദേവതകളോടുള്ള അപേക്ഷ ഉണ്ടായിരിക്കും. ഇൻ്റർവെൻഷൻ ഓഫ് സൂപ്പർ നാച്ചുറൽ ഏജൻസികൾ ഉണ്ടായിരിക്കും. ഇൻവേർഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഹൈ സൗണ്ടിങ് ലാംഗ്വേജ്, വലിയ ഭാഷയായിരിക്കും. ബട്ട് ദ ഇൻറ്റൻഷൻ, അതിൻ്റെ ഉദ്ദേശം എന്താ? ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ? മോസ്റ്റ്ലി സെറ്റാരിക്കൽ എന്ന് പറഞ്ഞാൽ വിമർശനം, പരിഹാസം തന്നെയാണ് ഉദ്ദേശം. എയിംഡ് ഫോർ റീഫോമിങ്, ഒരു മാറ്റം കൊണ്ടുവരാനാണത്. ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ മോക്ക് എപ്പിക് എന്ന് പറയുന്നത് പാരഡി ഓഫ് ദ ഇലിയഡ്. ഇലിയഡിൻ്റെ പാരഡിയാണ്. എന്താ പേര്? ദ ബാറ്റിൽ ഓഫ് ഫ്രോഗ്സ് ആൻഡ് മൈസ്. ബാറ്റിൽ ഓഫ് ഫ്രോഗ്സ് ആൻഡ് മൈസ് മോക്ക് എപ്പിക്കിന് എക്സാമ്പിളാണ്. അണ്ടർലൈൻ ചെയ്യുക. അത് 7th century BC മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അലക്സാണ്ടർ പോപ്പിൻ്റെ ദ റേപ്പ് ഓഫ് ലോക്ക് 1712. ഇതൊരു വിമർശനം, സെറ്റയറായിരുന്നു ഓൺ ഫാഷനബിൾ സൊസൈറ്റി ഓഫ് അപ്പർ ക്ലാസ്. അപ്പർ ക്ലാസ്സിൻ്റെ വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഒരു വിമർശനമായിരുന്നു അത് നറേറ്റ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു തരുന്നത് ട്രിവിയൽ ആയിട്ടുള്ള, അതായത് ചെറിയ ചെറിയ ഇൻസിഡൻറ്റ് സംഭവങ്ങളാണ്. കട്ടിങ് ഓഫ് എ ലോക്ക് ഓഫ് ഹെയർ ഫ്രം, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരു മുടി മുറിച്ചെടുക്കുന്നു, ആരുടെ തലയിൽ നിന്ന്? ബെലിൻഡയുടെ ഹെഡിൽ നിന്നും. ബൈ ദ ബാരൺ. ഇറ്റ് ഹാസ് ഓൾ ഫീച്ചേഴ്സ് ആൻഡ് കൺവെൻഷൻ ഓഫ് ആൻ എപ്പിക്. അതിന് ഒരു എപ്പിക്കിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു പോവം, അതായത് ദ റേപ്പ് ഓഫ് ദ ലോക്കിൽ തുടങ്ങുന്നത് തന്നെ ഇൻവോക്കേഷൻ, ഒരു ഇൻവോക്കേഷൻ ആൻഡ് ദ തീം പ്രൊപ്പോസിഷൻ ഈസ് ഓൾസോ സജസ്റ്റഡ് ഇൻ ദ ഇൻവോക്കേഷൻ. നമുക്ക് ആ തീമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നോക്കിയവിടെ സേ വാട്ട് സ്ട്രേഞ്ച് മോട്ടീവ്, എന്തോ വിചിത്രമായ ഉദ്ദേശാവോ. ഗോഡസ്, ദൈവമേ. കുഡ് കൊമ്പൽ, നിങ്ങൾക്ക് പറയാൻ പറ്റും. എ വെൽ ബ്രെഡ് ലോഡ് ടു അസോൾട്ട് എ ജെന്റിൽ ബെല്ലി. ഹിയർ യൂസസ് എപ്പിക് സിമിലികൾ ഉപയോഗിക്കുന്നത് കാണാം. കമ്പയറിങ് ബെലിൻഡാസ് ഡ്രസ്സിങ്, എപ്പിക് സിമിലി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ബെലിൻഡയുടെ ഡ്രസ്സ് കമ്പയർ ചെയ്തിട്ടുള്ളത്, താരതമ്യം ചെയ്തിട്ടുള്ളത് ആർമിങ് ഓഫ് ആൻ എപ്പിക് വാരിയർ, ഒരു ഇതിഹാസ ഇതിലൊക്കെ പങ്കെടുക്കുന്ന ഒരു യോദ്ധാവിൻ്റെ ഡ്രസ്സുമായിട്ടാണ്. ലൈക്ക് ആരാ യോദ്ധാവ്? എച്ചിലസിൻ്റെ. ഓക്കെ, കമ്പാരിസൺ നമുക്ക് നോക്കാം. നൗ ഓഫുൾ ബ്യൂട്ടി പുട്സ് ഓൾ ഇറ്റ്സ് ആംസ്, എല്ലാം ധരിച്ചിരിക്കുന്നു. ദ ഫെയർ ഈച്ച് മൊമെൻറ്റ് റൈസസ് ടു ഹെർ ചാംസ്, അതവളുടെ ഭംഗി കൂട്ടി. സീസ് ബൈ ഡിഗ്രീസ് എ പ്യുവറർ ബ്ലഷ് എറൈസ്, അവളുടെ മുഖത്തൊരു പ്യുവറായിട്ടുള്ള ബ്ലഷ് വന്നു. ആൻഡ് കീനർ ലൈറ്റിംഗ് ക്വക്കിങ്സ് ഹൈസ്. അപ്പോൾ എച്ചിലസുമായിട്ടൊരു കമ്പാരിസൺ ആണ് അവിടെ. പിന്നെ ഇതിലെന്തൊക്കെ എംപ്ലോയ് ചെയ്യും? സൂപ്പർ നാച്ചുറൽ മെഷീനറി ആയിട്ടുള്ള സിൽപ്സ്, ഗ്നോംസ് ടു കൺട്രോൾ ദ അഫയേഴ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഇനി നെക്സ്റ്റ് മെട്രിക്കൽ റൊമാൻസ് ആണ്. മെട്രിക്കൽ റൊമാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ റൊമാൻസ് റിട്ടൺ ഇൻ വേഴ്സ്. ഇത് വേഴ്സ് രൂപത്തിലെഴുതുന്ന റൊമാൻസ് ആണ്. ഇതിന് ഏകദേശം എപ്പിക്കുമായിട്ട് സാമ്യമുണ്ട്. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതിലുള്ളത് വേഴ്സ് രൂപത്തിലുള്ള കഥകളാണ്. റൊമാൻസ് ലാംഗ്വേജസിൽ, അതായത് സ്പാനിഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ, റൊമാനിയൻ, കാത്തലൻ ആണ്. റൊമാൻസ് ഒറിജിനലി മെൻറ്റ്, എന്താ റൊമാൻസ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യുക. എ വർക്ക്, ഒരു വർക്കാണ്. റിട്ടൺ ഇൻ ഫ്രഞ്ച് ലാംഗ്വേജിലായിരിക്കണം. വിച്ച് ഇൻവോൾവ് ഫ്രം ദ ഡയലക്റ്റ് ഓഫ് റോമൻ ലാംഗ്വേജിൽ നിന്നും വന്നതായിരിക്കണം അത്. അതുപോലെ തന്നെ ലാറ്റിൻ. മേജർ തീംസ്, ഈ റൊമാൻസിൻ്റെ തീമുകൾ എന്താവും? ഷിവൽറി, അഡ്വെഞ്ചർ, സാഹസികത, ലവ്, ഇഷ്ടം, എക്സിട്ര, അതൊക്കെ. ഇറ്റ് മേക്സ് യൂസ് ഓഫ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, ഇവൻറ്റ്സ് അത് ഉപയോഗിക്കും. അങ്ങനെ മോർ മിസ്റ്റീരിയസ്, നിഗൂഢമായിട്ടൊരു ഇഫക്റ്റ് ഉണ്ടാക്കും ഓഫ് എൻചാൻറ്റ്മെൻറ്റ്സ്. ദിസ് വാസ് പോപ്പുലർ ഡ്യൂറിങ് മിഡീവൽ ടൈംസിൽ ഇത് പോപ്പുലറായിരുന്നു. മെട്രിക്കൽ റൊമാൻസിന് എക്സാമ്പിളാണ് സർ ഗാവൈൻ ആൻഡ് ദ ഗ്രീക്ക് നൈറ്റ് 14th century. ചോസറിൻ്റെ ദ നൈറ്റ്സ് ടെയില്, അരിയസ്റ്റോസ്, ഒർലാൻഡോ ഫുറിയാസോ, സ്പെൻസറിൻ്റെ ദ ഫെയറി ക്വീൻ, ദെൻ ടെന്നീസൻ്റെ ഇഡിൽസ് ഓഫ് ദ കിങ്, അതൊക്കെ മെട്രിക്കൽ റൊമാൻസസിന് എക്സാമ്പിളാണ്. അപ്പോൾ മോക്ക് എപ്പിക് വരെ കഴിഞ്ഞു. 4th one ആണ് ഡ്രാമാറ്റിക് മോണോലോഗ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.